ഹിന്ദി ബിഗ് ബോസിൽ ഒരു മത്സരാർത്ഥി സഹമത്സരാർത്ഥികളുടെ മുഖത്തേക്ക് മൂത്രം വലിച്ചെറിയുകയാണ്. അതും ഒരു സ്വാമി. അതെ, ഹിന്ദി ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രശ്നക്കാരനായ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സ്വാമി ഓം. അദ്ദേഹം അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും അതിനെതിരെ ഉണ്ടായ നടപടികളെയും കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മലയാളം ബിഗ് ബോസിൽ പല കാര്യങ്ങളും ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോഴും സൈബർ അറ്റാക്കുകൾ നേരിടുന്ന മത്സരാർത്ഥികളുണ്ട്. അപ്പോൾ ഹിന്ദി ബിഗ് ബോസിൽ വന്ന ഈ വ്യക്തി ചെയ്തതോ? ഇനി നമുക്ക് സ്വാമി ഓമിലേക്ക് വരാം. ഓം ആരാണ്? അദ്ദേഹം പല ചാനൽ ചർച്ചകളിലും അവതാരകയോടും അവിടെ ചർച്ചയ്ക്ക് വന്ന സ്ത്രീകളോടുമൊക്കെ അപമര്യാദയായിട്ട് പെരുമാറുകയും അവരുമായി തല്ലുകൂടിയും ഒക്കെ വളരെ ഫേമസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ബിഗ് ബോസ് ഹൗസിലേക്ക് ക്ഷണം കിട്ടുന്നത്. എന്നാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് അദ്ദേഹം ചെല്ലുമ്പോൾ സൽമാൻ ഖാൻ അദ്ദേഹത്തെ വളരെ മാന്യമായ രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം വന്നപ്പോൾ തന്നെ താൻ എന്തോ മഹത്തായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുകയാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. ഇദ്ദേഹം ബിഗ് ബോസ് ഹൗസിൽ പ്രവേശിച്ചതിന് ശേഷം ആളുകളുമായിട്ട് അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയുള്ള മത്സരാർത്ഥികൾ ആരും തന്നെ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു സ്വാമി എന്ന നിലയിൽ അദ്ദേഹത്തിന് എല്ലാ ബഹുമാനവും കൊടുത്തു. പക്ഷേ എല്ലാ സ്വാമികളും നല്ല സ്വഭാവമുള്ളവരാവണമെന്നില്ലല്ലോ. ഇദ്ദേഹം കാണിക്കുന്ന പല കോമാളിത്തരങ്ങളും ആളുകളെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു എൻ്റർടൈനർ തന്നെയായിരുന്നു. ഇത് കണ്ടിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ ബിഗ് ബോസ് അവതാരകൻ സൽമാൻ ഖാന് പോലും ചിരി സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം പല കാര്യങ്ങളും അവിടെ ചെയ്തു കൂട്ടി. ഇതൊക്കെ സഹമത്സരാർത്ഥികളും എൻജോയ് ചെയ്ത് വരികയായിരുന്നു. പക്ഷേ സാധാരണ എല്ലാ ബിഗ് ബോസ് ഹൗസും പോലെ അവിടെയും പ്രശ്നങ്ങൾ തുടങ്ങി. ഇതിൽ സ്വാമിജി താനൊരു വെജിറ്റേറിയൻ ആണെന്ന് തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം അത്യാവശ്യം നോൺ വെജ് ഒക്കെ കഴിക്കാൻ തുടങ്ങി. എന്നിട്ടും അവിടെ സഹമത്സരാർത്ഥികൾ അതിനെ കൂടുതലായിട്ട് ചോദ്യമൊന്നും ചെയ്തില്ല. അവർ അന്നേരവും പ്രായമായ മനുഷ്യൻ സ്വാമി എന്ന നിലയിൽ അദ്ദേഹത്തിന് ബഹുമാനം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ചൊന്നും സൽമാൻ ഖാനും അങ്ങനെ ചോദ്യം ചെയ്തില്ല. അദ്ദേഹം അതൊരു തമാശയായിട്ടൊക്കെ കണ്ടു. പോകെ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ മോശമായി. എല്ലാവരിലും കൂടുതലും ഫുഡ് എടുക്കുക, മറ്റുള്ളവർക്ക് ഫുഡ് കിട്ടാത്ത രീതിയിൽ അദ്ദേഹം വലിച്ചുവാരി ഭക്ഷണം കഴിക്കുക, അതായത് മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആളുകളിലേക്ക് തൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ സ്വാമിജി അവിടെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആളുകൾക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം പോയി. കൂടെയുള്ളവർ അദ്ദേഹത്തോട് പ്രതികരിക്കാൻ തുടങ്ങി. കൂടെയുള്ളവരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി, അതായത് പ്രലോഭിപ്പിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലിരിക്കുന്ന അമ്മേനെയും അച്ഛനെയൊക്കെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെയായി സ്വാമിയെ കൊണ്ട് പൊറുതിമുത്തി ഒരു കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥി അദ്ദേഹത്തിൻ്റെ വാ മൂടി കെട്ടുന്ന ഒരു രംഗമാണ് ഇതിൽ കാണുന്നത്. ഇതൊക്കെ ബിഗ് ബോസ് ഹൗസിൽ പതിവല്ലേ എന്ന് ഓർത്ത് നമുക്ക് തള്ളിക്കളയാം. എന്നാലും ഇദ്ദേഹത്തിന് കിട്ടുന്ന പല ടാസ്കുകളിൽ, ബിഗ് ബോസ് ഹൗസിൽ കിട്ടുന്ന ടാസ്കുകളിൽ അവർ കഷ്ടപ്പെട്ട് ചെയ്ത് തീർക്കുമ്പോൾ ഇദ്ദേഹം വന്ന് അത് മുഴുവൻ എടുത്ത് കളയുകയാണ്. അതായത് പൂക്കൾ നട്ടുവെക്കുന്ന ഒരു ടാസ്ക് പോലെയുള്ള ഒന്നിൽ അവർ നട്ടുവെച്ചിരുന്ന പൂക്കളെല്ലാം വലിച്ചു വാരി എറിഞ്ഞ് കൂടെയുള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി ആളുകളിലേക്ക് തൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ശ്രമമാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ടീം വർക്കായിട്ട് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ, അതിനുശേഷം മാർക്കിടേണ്ട ഒരു മത്സരമായിരുന്നു അത്. പക്ഷേ ഇദ്ദേഹം അതിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് ആ സാധനങ്ങളെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞു. അതിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട് കയർത്ത് കയറുകയും അദ്ദേഹത്തോട് ഒച്ചയിടുകയൊക്കെ ചെയ്ത് വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് പോകുകയും ചെയ്തു. കൂടെയുള്ളവരോട് സൽമാൻ ഖാൻ പറഞ്ഞു, ഇദ്ദേഹം എന്ത് ചെയ്താലും ഇനി പ്രതികരിക്കണം, നന്നായിട്ട് ശക്തമായിട്ട് തന്നെ നിങ്ങൾ പ്രതികരിച്ചോളൂ. കാരണം ഇദ്ദേഹം യാതൊരു തരത്തിലുള്ള റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ബഹുമാനം അർഹിക്കുന്നില്ലെന്നുള്ളത് സൽമാൻ ഖാന് തന്നെ മനസ്സിലായി. അങ്ങനെ ലാസ്റ്റ് വാണിംഗ് കൊടുത്തതിന് ശേഷവും ഇതിവിടെ അവസാനിക്കുന്നില്ല. പല മത്സരാർത്ഥിയും ഇദ്ദേഹത്തെ കാരണം മാനസിക സമ്മർദ്ദത്തിലായി. ഇദ്ദേഹം ബിഗ് ബോസ് ഹൗസിലെ പല സാധനങ്ങളും ചവിട്ടി പൊട്ടിക്കുക, തല്ലി ഉടയ്ക്കുക, ഇതൊക്കെ കണ്ട് പ്രതികരിച്ചും പ്രതികരിക്കാതെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് ആ കൂടെയുള്ള മത്സരാർത്ഥികൾ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഒരു മത്സരത്തിൻ്റെ ഇടയിൽ തൻ്റെ മൂത്രം കൂടെയുള്ള മത്സരാർത്ഥികളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് സ്വാമി വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അതോടുകൂടി എല്ലാവരും കൂടി സ്വാമിയെ ജയിലിൽ അടച്ചിട്ടു. പക്ഷേ ബിഗ് ബോസ് അന്നേരം ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും പലതവണ വാണിംഗ് കൊടുത്തിട്ട് വകവെക്കുകയും ചെയ്യാത്ത സ്വാമി ഓമിനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നു. ഇത് കേട്ട് മത്സരാർത്ഥികൾക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായിട്ടാണ് കൂടെയുള്ള ഒരാൾ ഔട്ടാവുമ്പോൾ ആളുകൾ ഇത്രയേറെ സന്തോഷിക്കുന്നത്. സാധാരണ എത്ര വഴക്കിട്ടാലും ഇത്രയും ദിവസം കൂടെയുള്ളൊരു മത്സരാർത്ഥി ഔട്ടാകുന്നു എന്നറിയുമ്പോൾ സഹമത്സരാർത്ഥികൾ വിഷമിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ബിഗ് ബോസിൽ, അല്ലേ? എന്നാൽ സ്വാമി ഓം ഔട്ടാവുന്നത് കേട്ട് സഹമത്സരാർത്ഥികൾ കൈയടിച്ച് സന്തോഷിക്കുകയായിരുന്നു. കാരണം അത്രത്തോളം അവർ സഹിച്ചു കഴിഞ്ഞിരുന്നു. സ്വാമി ഓം
തൻ്റെ പ്രവൃത്തി കൊണ്ട് ആങ്കാൻ്റെ ക്ഷമയെ വരെ വെല്ലുവിളിച്ചു എന്ന് വേണം പറയാൻ. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.